Hello everyone, welcome to Mehar'skitchen. ഇന്ന് ഒരു അടിപൊളി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ക്രിസ്പി ചിക്കൻ ചൈനീസ് റെസിപ്പിയാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ മമ്മിയോട് ഇതിന്റെ റെസിപ്പി ചോദിച്ചാലോ? ക്രിസ്പി ചിക്കൻ ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. 300 ഗ്രാം ചിക്കനാണിത്. ബോൺലെസ് പീസസ് ആണ്. ഇത് ഇങ്ങനെ ചെറിയ ചെറിയ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം നീളത്തിൽ. കണ്ടോ, ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. പിന്നെ 1/2 കപ്പ് കോൺഫ്ലവർ, 1/2 കപ്പ് മൈദ, 2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 2 ടീസ്പൂൺ പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, പിന്നെ 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു മുട്ട, പിന്നെ 2 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ. വൈറ്റ് പെപ്പർ പൗഡർ ഇല്ലെങ്കിൽ നമ്മൾ നോർമൽ കുരുമുളക് പൊടി എടുത്താൽ മതി, ബ്ലാക്ക് പെപ്പർ പൗഡർ. അപ്പോൾ ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സായി കഴിഞ്ഞു. ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അധികം കട്ടിയും പാടില്ല, അധികം ലൂസും പാടില്ല. ഇങ്ങനെയാണ് പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയാണിത്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ചിക്കന് നന്നായിട്ട് ഈ മിക്സിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കോട്ട് ചെയ്തെടുക്കാം. ചിക്കൻ നന്നായിട്ട് മസാലയിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. മീഡിയം ലോ ഹീറ്റിലാണ് എണ്ണ ചൂടാക്കുന്നത്. പിന്നെ നമ്മൾ ചിക്കനും മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അരമണിക്കൂറോളം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി എണ്ണ ഒരു മീഡിയം ലോ ഹീറ്റിൽ വെച്ചിട്ട് വേണം ചൂടാക്കി എടുക്കാൻ. എണ്ണ ചൂടായ ഇതിലേക്ക് ഓരോ ചിക്കൻ പീസും ഇട്ട് കൊടുക്കാം. സൂക്ഷിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ചിക്കൻ ഒരു 3-4 മിനിറ്റ് വരെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. സ്പൂണൊന്നും യൂസ് ചെയ്യാതെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മറിച്ചു കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഒരു ഗോൾഡൻ കളറാണ് വരെ, ക്രിസ്പി ആവണ വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കന് ഇങ്ങനത്തെ ഒരു കളറാവണം, ഒരു ഗോൾഡൻ കളറാവണം, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അത്ര മതി. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ള ചിക്കനും ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി സോസ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. 1/4 കപ്പ് സവാള എടുത്തിട്ടുണ്ട്. സവാള ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ക്യൂബ്സായി കട്ട് ചെയ്തെടുക്കണം. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ വെള്ളപ്പാട്ടും പച്ചപ്പാട്ടും വേറെ വേറെ വേണം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 1/2 ടേബിൾ സ്പൂൺ പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വിനെഗർ, 1.5 ടേബിൾ സ്പൂൺ സോയ സോസ്, 2 ടേബിൾ സ്പൂൺ ഷെസ്വാൻ സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായാൽ ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം വഴറ്റിയെടുക്കാൻ. ഒരു ചെറുതായിട്ട് കളർ മാറുന്ന വരെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി, കരിയാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ ആയാൽ മതി. എന്നിട്ട് ഇതിലേക്ക് സവാള, ക്യാപ്സിക്കം എല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. 1-2 മിനിറ്റ് വരെ ഇത് വഴറ്റിയെടുക്കണം. ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ടൊമാറ്റോ കെച്ചപ്പ്, ഷെസ്വാൻ സോസ്,
സോയ സോസ്, ചില്ലി സോസ്, വിനെഗർ, ഉപ്പ്, പഞ്ചസാര ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് ബോയിൽ ആവാൻ തുടങ്ങിയാൽ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാം നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ചിക്കനും സോസൊക്കെ നന്നായിട്ട് കോട്ടാവണ വരെ മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ അതാ ചിക്കനും സോസൊക്കെ നന്നായിട്ട് കോട്ടായി കഴിഞ്ഞു, മിക്സായി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓനിയൻ ഇട്ട് കൊടുക്കുക. പിന്നെ ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് നൂഡിൽസ് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല, ഗ്യാസ് ഓഫ് ചെയ്യാം, ഇത് സെർവ് ചെയ്യാം, എന്നിട്ട് എൻജോയ് ചെയ്യാം. അങ്ങനെ നമ്മൾ ക്രിസ്പി ചൈനീസ് ഷെസ്വാൻ ചിക്കൻ റെഡിയാണ്. നല്ല ടേസ്റ്റിയാണ്, വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, നല്ല അടിപൊളി ടേസ്റ്റാണ്. ശരിക്കും റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഞങ്ങളെ അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.